Hello everyone, I am Tasni. Welcome to Tasni's Way. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BA ഫങ്ഷണൽ ഇംഗ്ലീഷിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 ആണ്. ഇതിൽ കൾച്ചർ, പോപ്പുലർ കൾച്ചർ, പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചർ, പവർ കൾച്ചർ, ഒറിജിൻ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്, എന്താണ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാമാണ് മൊഡ്യൂൾ 1 നമുക്ക് നോക്കാനുള്ളത്. ആദ്യം കൾച്ചർ എന്താണെന്നാണ്. വാട്ട് കൾച്ചർ ഹാസ് മെൻറ്റ് ബിഫോർ. കൾച്ചർ ഡിറൈവ്സ് ഫ്രം കൾച്ചുറ ആൻഡ് കൊളേർ, മീനിങ് to cultivate. It also meant to honor and protect. എന്താ പറയുന്നത്? കൾച്ചർ എന്ന വാക്കിൻ്റെ ഉത്ഭവം കൾച്ചുറ ആൻഡ് കൊളേർ എന്ന പദത്തിൽ നിന്നുമാണ്. ഈ രണ്ട് പദത്തിൽ നിന്നുമാണ് കൾച്ചർ എന്ന ഒരു പദം ഉത്ഭവിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ടു കൾട്ടിവേറ്റ്. അതാണ് ആ വേർഡ്സിൻ്റെ മീനിങ്. ഇറ്റ് ഓൾസോ മെൻറ്റ് ടു ഓണർ ആൻഡ് പ്രൊട്ടക്റ്റ്. ടു ഓണർ ബഹുമാനിക്കുക, അതുപോലെ തന്നെ സംരക്ഷണം, ഇതും ഈ മീനിങ് വരുന്നുണ്ട്. ഈ വാക്കുകൾക്ക് ഇതും അർത്ഥം വരുന്നുണ്ട്. ബൈ ദ 19th century in Europe, it meant the habits, customs and tastes of the upper classes, also known as the elite. അതായത് 19th centuryയിൽ യൂറോപ്പിൽ എന്താണ് ഇത് മീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരുടെ ഹാബിറ്റ്സ്, കസ്റ്റംസ്, ടേസ്റ്റസ് ഒക്കെ ആരുടെ? അപ്പർ ക്ലാസ്സസിനെ എലൈറ്റ് എന്നും നമ്മൾ പറയും. അപ്പോൾ 19th centuryയിലെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, യൂറോപ്പിലുണ്ടായിരുന്ന അതിൻ്റെ മീനിങ്. പക്ഷേ ഇപ്പോൾ എന്താണ് കൾച്ചറൽ സ്റ്റഡീസിൽ നോക്കണ്ടേ? വാട്ട് കൾച്ചർ മീൻസ് നൗ ഇൻ കൾച്ചറൽ സ്റ്റഡീസ്. ഇന്നത്തെ കൾച്ചറൽ സ്റ്റഡീസിൽ എന്താണ് കൾച്ചർ? കൾച്ചർ ഈസ് ദ മോഡ് ഓഫ് ജനറേറ്റിംഗ് മീനിങ്സ് ആൻഡ് ഐഡിയാസ്. മീനിങ്സും ഐഡിയാസും എല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഒരു മോഡാണ് എന്ത്? കൾച്ചർ എന്ന് പറയുന്നത്. ദിസ് മോഡ് ഈസ് എ നെഗോഷിയേഷൻ ഓവർ വിച്ച് മീനിങ്സ് ആർ വാലിഡ്. ഈ മോഡ് എന്താണ്? യഥാർത്ഥ അർത്ഥങ്ങൾ എന്താണ്, യഥാർത്ഥ മീനിങ്സ് എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മീനിങ്സ് ആർ ഗവേൺഡ് ബൈ പവർ റിലേഷൻസ്. മീനിങ്സ് എല്ലാം പവർ റിലേഷൻസിൻ്റെ ഗവേൺസിലാണ്. എലൈറ്റ് കൾച്ചർ കൺട്രോൾസ് മീനിങ്സ് ബിക്കോസ് ഇറ്റ് കൺട്രോൾ ദ ടേംസ് ഓഫ് ദ ഡിബേറ്റ്. എലൈറ്റ് കൾച്ചർ ആണ് ഈ മീനിങ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് കൺട്രോൾ ദ ടേംസ് ഓഫ് ദ ഡിബേറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം പഠിച്ചിട്ട് പോവുക. ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം എഴുതാം. പിന്നെ ഇതിൻ്റെ നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ ഞാൻ PDF ആയിട്ട് ഇടുന്നുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. തസ്നീസ് വേ എന്ന് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. അടുത്തത്, നോൺ എലൈറ്റ് വ്യൂസ് ഓൺ ലൈഫ് ആൻഡ് ആർട്ട് ആർ റിജക്റ്റഡ് ആസ് ടേസ്റ്റ്ലെസ്, യൂസ്ലെസ് ഓർ ഈവൻ സ്റ്റുപ്പിഡ് ബൈ ദ ഇലൈറ്റ്. അതായത് ഈ ഇലൈറ്റ് അല്ലേ നമ്മൾ പറഞ്ഞു, ആരുടെയാണത്? ഹയർ ക്ലാസ്സിൻ്റെ വ്യൂസ്, അവരുടെ ലൈഫിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും എല്ലാമുള്ള വ്യൂസ്, അല്ലാത്ത വ്യൂസ്, എലൈറ്റ് അല്ലാത്ത നോൺ എലൈറ്റ് ആയിട്ടുള്ളവരുടെ വ്യൂസ് എല്ലാം റിജക്റ്റഡ് ആയി, ടേസ്റ്റ്ലെസ് ആയിട്ടും യൂസ്ലെസ് ആയിട്ടും ഈവൻ സ്റ്റുപ്പിഡായിട്ടും ഇലൈറ്റ് തന്നെ അതിനെ പറയുന്നുണ്ട്. വാട്ട് ദിസ് ഇംപ്ലൈസ് ഈസ് ദാറ്റ് certain components of culture get more visibility and significance. ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ചില കമ്പോണൻസ് ഒക്കെ, കൾച്ചറിൻ്റെ ചില കമ്പോണൻസ് ഒക്കെ കൂടുതൽ വിസിബിലിറ്റിയും സിഗ്നിഫിക്കൻസും ഉള്ളതാണ് എന്നാണ്. അപ്പോൾ അടുത്തത് പോപ്പുലർ കൾച്ചറാണ്. കൾച്ചറൽ സ്റ്റഡീസ് ലുക്സ് അറ്റ് മാസ് ഓർ പോപ്പുലർ കൾച്ചർ ആൻഡ് എവ്രി ഡേ ലൈഫ്. കൾച്ചറൽ സ്റ്റഡീസ് എന്താണ്? മാസ്, പോപ്പുലർ കൾച്ചറിനെ എവ്രി ഡേ നോക്കിക്കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോപ്പുലർ കൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് ദ മാസസ്. പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ, ഈസ് ദ കൾച്ചർ ഓഫ് മാസസ്. മാസസിൻ്റെ കൾച്ചറാണ് എന്ത്? പോപ്പുലർ കൾച്ചർ. മാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകൾ അല്ലേ, മാസസ്. ഇറ്റ് ഈസ് ഗ്രാഫിറ്റി, കോമിക് ബുക്സ്, മാസ് സിനിമ ആസ് ഒപ്പോസ്ഡ് ടു ആർട്ട് സിനിമ, popular music as opposed to classical music, the open spaces of the city as opposed to art galleries, sports. It is the culture of the everyday life of the larger number of people അല്ലേ. പോപ്പുലർ കൾച്ചർ എന്താണ്? കൾച്ചർ ഓഫ് മാസസ് ആണ്. മാസസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കൾച്ചർ ഓഫ് ദ എവ്രി ഡേ ലൈഫ് ഓഫ് ദ ലാർജർ നമ്പർ ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ലാർജർ നമ്പർ ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുക അല്ലേ, മാസ് മീഡിയ എന്ന് പറയും. ഒരുപാട് പേര് ഓഡിയൻസ് ആയിട്ട് വരുന്നതാണ് മാസ് മീഡിയ എന്ന് പറയുക. അപ്പോൾ ഈ മാസ് മീഡിയയുടെ
അതായത് മാസസിൻ്റെ കൾച്ചറാണ് എന്ത് പോപ്പുലർ കൾച്ചർ എന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാവാം? ഗ്രാഫിറ്റി, കോമിക് ബുക്സ്, മാസ് സിനിമ. ഓക്കെ, ആർട്ട് സിനിമൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാസ് സിനിമ, കോമിക് ബുക്സ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോപ്പുലർ മ്യൂസിക്. അതുപോലെ തന്നെ ആർട്ട് ഗാലറീസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസ് ഓഫ് ദ സിറ്റി. അപ്പോൾ ഇവിടെയൊക്കെ സ്പോർട്സ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ലാർജർ നമ്പർ ഓഫ് പീപ്പിൾ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള എവ്രി ഡേ ലൈഫിലാണ് എന്തുള്ളത്? ഈ പോപ്പുലർ കൾച്ചർ ഉള്ളത്. അപ്പോൾ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കൾച്ചർ ഓഫ് ദ മാസസ്. ഓക്കെ, ലാർജർ നമ്പർ ഓഫ് പീപ്പിൾസിൻ്റെ കൾച്ചറാണ് പോപ്പുലർ കൾച്ചർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മനസ്സിലാക്കി എഴുതുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പോൾ പോപ്പുലർ കൾച്ചർ, പോപ്പുലർ ആയിട്ടുള്ള കൾച്ചർ. പോപ്പുലർ ആവുക എവിടെയാണ്? ലാർജർ നമ്പർ ഓഫ് പീപ്പിൾ, മാസസിൻ്റെ. ഓക്കെ, പോപ്പുലർ കൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് ദ മാസസ്. ഓക്കെ, അപ്പോൾ ഈ പോപ്പുലർ കൾച്ചറിൻ്റെ എല്ലാത്തിൻ്റെയും ഒരുപാട് ഡെഫിനിഷൻസ് അതുപോലെ തന്നെ എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ അതിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ എല്ലാ നോട്ട്സ് ഞാൻ PDF ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അത് വായിച്ച് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറഞ്ഞു തരുന്നത്. കാരണം ഒരുപാടുണ്ട്. അതൊക്കെ വായിച്ച് പറഞ്ഞു തരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്രയും സമയം കൂടും. ഓക്കെ, അടുത്തത് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചറാണ്. Cultural studies believes that the culture of a community includes various aspects: economic, spatial, ideological, erotic and political. കൾച്ചറൽ സ്റ്റഡീസ് ബിലീവ് ചെയ്യുന്ന എന്താണ്? കൾച്ചർ എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിലെ കൾച്ചർ എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് വേരിയസ് ആസ്പെക്ട്സ്, ഒരുപാട് ആസ്പെക്ട്സിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. എന്തൊക്കെയാണ്? ഇക്കണോമിക്, സ്പേഷ്യൽ, ഐഡിയോളജിക്കൽ, ഇറോട്ടിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്ത്? കൾച്ചറൽ സ്റ്റഡീസിലുള്ള കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസ് ദെർഫോർ എയിംസ് ടു ഇൻക്ലൂഡ് ഓൾ ദീസ് ഇൻ ഇറ്റ്സ് ആംബിറ്റ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ കൾച്ചറൽ സ്റ്റഡീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പെർട്ടിക്കുലർ ഒബ്ജക്ട്സ് അക്വയർ മീനിങ് ആൻഡ് വാല്യൂ ഇൻ എ സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാണ്? ഇതെല്ലാം ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ മീനിങ്സും വാല്യൂസും എല്ലാം ഈ സൊസൈറ്റിയിലും കമ്മ്യൂണിറ്റിയിലുമുള്ള എല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൾച്ചർ ഈസ് നോട്ട് എ നാച്ചുറൽ തിങ്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു നാച്ചുറലി ഉണ്ടാവുന്നൊരു സാധനമല്ല. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചർ. കൾച്ചറൽ സ്റ്റഡീസിൽ അതുപോലെ തന്നെ പ്രൊഡക്ഷനും അതിൻ്റെ കൾച്ചർ എങ്ങനെ ഉണ്ടാവുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൺസംഷനും എന്താണ് അതും കൂടെ ഇൻക്ലൂഡഡ് ആണ്, അതുകൂടെ ഇൻട്രസ്റ്റഡ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചർ ഈസ് ലിങ്ക്ഡ് ടു മാറ്റേഴ്സ് ഓഫ് ക്ലാസ് ഹൂ ഡിസൈഡ്സ് ഓൺ വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇതിന് ഈ പ്രൊഡക്ഷനും കൺസംഷനും കൾച്ചറിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും ഈ മൂന്ന് കാര്യമായിട്ട് ലിങ്ക്ഡ് ആണ്. എന്തൊക്കെയാണ്? മാറ്റേഴ്സ് ഓഫ് ക്ലാസ് who decides on what is produced. Culture is the production of and consumption of culture is linked to the matters of class. ആരാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതും ഇവിടെ ഒരു വിഷയമാണ്. മാറ്റേഴ്സ് ഓഫ് ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് മാറ്റേഴ്സ് ഓഫ് ഇക്കോണമി, ഹൂ ക്യാൻ അഫോർഡ് ഇറ്റ്. നെക്സ്റ്റ് മാറ്റേഴ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, ഹൗ ഈസ് ദ ആർട്ട് ഫാക്ട് മാർക്കറ്റഡ് ഓർ പ്രസൻറ്റഡ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചർ ലിങ്ക്ഡ് ആയിട്ടുള്ളത്. ഒന്ന് മാറ്റേഴ്സ് ഓഫ് ക്ലാസ്, ആരാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും ആരാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റേഴ്സ് ഓഫ് എക്കണോമി, ആർക്കൊക്കെ അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ മാറ്റേഴ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, ആരാണിത് മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ടുഗദർ ദീസ് ത്രീ coalesce into a larger theme in cultural studies. The production and consumption of culture is linked to power and identity. ഈ മൂന്ന് സംഭവങ്ങൾ, ഈ മൂന്ന് ലിങ്ക്സും ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചർ പവറും ഐഡൻറ്റിറ്റിയും ആയി ലിങ്ക്ഡ് ആണ്. ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചറൽ ആർട്ട് ഫാക്ട്സ് ഡിഫൈൻസ് വൺസ് ഐഡൻറ്റിറ്റി. ഈ പ്രൊഡക്ഷനും കൺസംഷനുമാണ് ഒരാളുടെ ഐഡൻറ്റിറ്റിയെ എന്താവുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് കൺസംഷൻ ഓഫ് ആർട്ട് ഫാക്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ടു ഡൂ സോ ആൻഡ് ദ വേസ് ഇൻ വിച്ച് ദീസ് ആർട്ട് ഫാക്ട്സ് ഹാവ് ബീൻ മാർക്കറ്റഡ് ആൻഡ് സോൾഡ്. പക്ഷേ ഈ ആർട്ട് ഫാക്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ എബിലിറ്റിനെ വെച്ചിട്ടാണ്. ഇൻ ഷോർട്ട്, കൾച്ചർ ഈസ് എ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ്, മാർക്കറ്റഡ്, കൺസ്യൂംഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ കൾച്ചർ എന്ന ഒരു പ്രൊഡക്റ്റ് എന്താണ്? മെയ്ഡ്, മാർക്കറ്റഡ്, കൺസ്യൂംഡ്. ഉണ്ടാക്കുന്നു,
മാർക്കറ്റ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നതും. ഇത് മൂന്നെണ്ണമാണ് കൾച്ചർ എന്ന പ്രൊഡക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാനുള്ളത് പവർ കൾച്ചർ. കൾച്ചറൽ സ്റ്റഡീസ് അഡ്രസ്സസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്. കൾച്ചറൽ സ്റ്റഡീസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വൈ ഈസ് അഗാഥ ക്രിസ്റ്റി നോട്ട് സ്റ്റഡീഡ് ഇൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെൻ മോസ്റ്റ് പീപ്പിൾ റീഡ് ക്രിസ്റ്റി റാദർ ദാൻ തോമസ് ഹാർഡി? How does walking through the city streets become significant as a practice? What are the economic and political implications of creating special outlets and exhibitions of tribal culture for elite people to purchase them in metropolises? ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൾച്ചറൽ സ്റ്റഡീസിൽ അഡ്രസ്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് സജസ്റ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് പവർ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, കൾച്ചറും പവറും തമ്മിലുള്ള ഒരു കണക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ. വി ക്യാൻ പോസ് എ സീരീസ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് ടു ദ എബവ് ക്വസ്റ്റ്യൻസ്. ഹൂ ഡിസൈഡ്സ് ദാറ്റ് ഷേക്സ്പിയർ ക്യാൻ ഓർ മസ്റ്റ് ബി റീഡ് ബട്ട് നോട്ട് ക്രിസ്റ്റി? Who decides the spaces for the pedestrians and automobiles? Who gains economic profits from selling tribal artifacts? As you can see, the decision about culture and social practices, Shakespeare walking in the city showcasing tribal culture, are not simply cultural questions. They involve politics and questions of power, since each artifact or practice acquires legitimacy and value because somebody has decided they are legitimate and valued. That is, cultural issues and themes are mediated through questions of economy and politics. Culture is therefore about power. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഉള്ള ഡിസിഷൻ അബൌട്ട് കൾച്ചർ ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്, ഷേക്സ്പിയർ, ഇതെല്ലാം എന്താണ്? ഇതൊന്നും സിംപ്ലി കൾച്ചറൽ ക്വസ്റ്റ്യൻസ് അല്ല. ഇതൊക്കെ പൊളിറ്റിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് പവറാണ്. എന്താണ്? പ്രാക്ടീസ് അക്വയർസ് ലെജിറ്റിമസി ആൻഡ് വാല്യൂ ബിക്കോസ് സംബഡി ഹാസ് ഡിസൈഡഡ് ദേ ആർ ലെജിറ്റിമേറ്റ് ആൻഡ് വാല്യൂഡ്. അവർ തന്നെ ഡിസൈഡ് ചെയ്യണം. സംബഡി ഹാസ് ഡിസൈഡഡ് ദേ ആർ ലെജിറ്റിമേറ്റ് ആൻഡ് വാല്യൂഡ്. അവർ വാല്യൂഡ് ആണ്, ലെജിറ്റിമേറ്റ് ആണെന്നുള്ളത് ആരോ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ആ കൾച്ചർ വരുന്നത്. അപ്പോൾ കൾച്ചറൽ ഇഷ്യൂസും തീംസും എന്താണ്? ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് പറ്റുന്നത്. ഇക്കണോമിയിലൂടെയും പൊളിറ്റിക്സിലൂടെയും. അവിടെയും പ്രോഫിറ്റും പവറുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കൾച്ചർ എന്താണ്? ഈസ് എബൌട്ട് പവർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ പവർ അല്ലെങ്കിൽ കൾച്ചർ രണ്ടും സെയിം ആണ്. പവർ തന്നെയാണ് കൾച്ചർ, കൾച്ചർ തന്നെയാണ് പവർ. കൾച്ചർ എന്ന് പറയുന്നത് ഈസ് ഓൾ എബൌട്ട് പവർ. ഓക്കെ, ഇനി അടുത്തത് ഒറിജിൻ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ആണ്. എന്താണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നുള്ളതാണ്. ഏർലി ട്രെൻഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ദ ഗ്രോത്ത് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ഈസ് ലിങ്ക്ഡ് ടു ദ റൈസ് ഇൻ ഇൻട്രസ്റ്റ് ഇൻ പോപ്പുലർ കൾച്ചർ ഇൻ വെസ്റ്റേൺ സൊസൈറ്റീസ് ഇൻ ദ 1960s. ഓക്കെ, പോപ്പുലർ കൾച്ചർ നമ്മൾ പറഞ്ഞു. പോപ്പുലർ കൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് മാസസ്. അപ്പോൾ പോപ്പുലർ കൾച്ചറിൻ്റെ ഇൻട്രസ്റ്റിലൂടെ ഇത് കൾച്ചറൽ സ്റ്റഡീസ് ലിങ്ക്ഡ് ആണ്. അതിൻ്റെ ഗ്രോത്തിലാണ് ഈ കൾച്ചറൽ സ്റ്റഡീസും കൂടെ ഒറിജിനേറ്റ് ആയിരിക്കുന്നത് വെസ്റ്റേൺ സൊസൈറ്റീസിൽ. കാലഘട്ടം എപ്പോഴാണ്? 1960s. More leisure time, widespread television viewing, music and other cultural states, especially among the youth, brought popular culture to the forefront of critical scrutiny. അതായത് ലെഷർ ടൈമിൽ അല്ലേ, ഫ്രീ ആയിട്ടുള്ള സമയത്ത് അതുപോലെ തന്നെ ടെലിവിഷൻ കാണുക, മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള അതർ കൾച്ചറൽ സ്റ്റേറ്റ്സ് എല്ലാം പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ പോപ്പുലർ കൾച്ചർ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. വിതിൻ ദ അക്കാദമി, കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ്, സോഷ്യോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻസ് വെർ ബിഗിനിങ് ടു എക്സ്പ്രസ് ഗ്രേറ്റർ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ അക്കാദമിയിലും കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും ഹിസ്റ്റോറിയൻസും എല്ലാം ഇതിൻ്റെ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതൊക്കെയാണുള്ളത്. എല്ലാത്തിൻ്റെയും മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞു വിടുന്നുള്ളൂ. ഇതിൻ്റെ PDF എല്ലാം ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.